തെറ്റുമാണ് കേരളത്തിൽ അധികാര തുടർച്ച നേടാൻ LDFനെ സഹായിച്ചതെന്ന് ആവർത്തിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. തിരഞ്ഞെടുപ്പ് ശരി തെറ്റുകളുടെ വിലയിരുത്തലല്ല, പണിയറിയുന്നവന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നും വേണമെങ്കിൽ UDFന് ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചുവരാൻ സാധിക്കുമെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു. തിരിച്ചുവരവിനായി UDF ശ്രദ്ധിക്കേണ്ട സീറ്റുകളെക്കുറിച്ചും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുടർഭരണം നേടി സൂര്യശോഭയോടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനാണ് പിണറായി. ഏത് വിവാദം വന്നാലും കമ്മികളുടെ അവസാന ആയുധമാണ് ഈ വാക്കുകൾ. എന്തായിരിക്കും ആ തുടർഭരണത്തിന് കാരണമെന്ന് പരിശോധിക്കാം. 2016 മുതൽ ഏതാണ്ട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ പഴുത്തുനാറി പോവുകയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിനെ രക്ഷിച്ചത് കോവിഡ് ആയിരുന്നു. അതുവരെ നടന്ന എല്ലാ നെറുകേടും ജനം മറന്ന് കോവിഡ് എന്ന ഒറ്റ പ്രശ്നത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം കോവിഡ് മാനേജ്മെന്റ് കേരളത്തിലായിരുന്നു. അതുവരെ നടന്ന എല്ലാ നെറുകേടും മറന്ന് ജനം കോവിഡ് എന്ന ഒറ്റ പ്രശ്നത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം കോവിഡ് മാനേജ്മെന്റ് കേരളത്തിലായിരുന്നു എന്നത് നാം മനസ്സിലാക്കി വന്നത് തന്നെ 2022 അവസാനമായിരുന്നു. 66 ലക്ഷം രോഗികളും 70,000-ഓളം മരണവും വെറും 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നടന്നു. കോവിഡിലെല്ലാം മറന്ന ജനങ്ങൾ ആ സമയത്തെ PR വർക്കും നക്കാപ്പിച്ച പോലെ കിട്ടിയ കിറ്റും മേടിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇനി അതൊരു മികച്ച വിജയമാണോ അല്ലയോ എന്ന് തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതാണ്ട് 16 മണ്ഡലങ്ങളിൽ 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 10ഓളം മണ്ഡലങ്ങളിൽ 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താഴെ. ഇനി ഇത് എന്തുകൊണ്ടെന്ന് ഈ നേരിയ ഭൂരിപക്ഷം കിട്ടിയെന്ന് പരിശോധിക്കാം. അവിടെയാണ് UDFനൊപ്പമുണ്ടായിരുന്ന മാണി കോൺഗ്രസിന്റെയും ജനതാൾ തുടങ്ങിയ പാർട്ടികളുടെ വില. നിസ്സാര വോട്ടിന് തോറ്റ ഈ മണ്ഡലങ്ങളിൽ 2000-നും 5000-നും ഇടയിൽ വോട്ട് നേടാൻ ഇവർക്ക് കരുത്തുണ്ടായിരുന്നു. അതുമാത്രമല്ല, കേരള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മധ്യ തിരുവിതാംകൂറിൽ UDFന് വലിയ ക്ഷീണമുണ്ടായത് പിണറായി മഹാനായതുകൊണ്ടല്ല, ആ പാർട്ടി വോട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ വാങ്ങിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. കള്ളൻ മാണി അഴിമതി വീരൻ എന്ന് ആക്ഷേപിച്ച് സഭയിൽ മുണ്ടുപൊക്കി കാണിച്ച സഖാക്കന്മാർ ഉളുപ്പില്ലാതെ അവരെ കൂടെ കൂട്ടിയിട്ട് അവരുടെ വോട്ടിൽ ജയിച്ചിട്ട് പിണറായി സൂര്യനാണെന്ന് പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്തത് BJP. കോന്നി ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായി മാറേണ്ട ഭരണവിരുദ്ധ ശബരിമല വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP പണിയെടുത്ത് നേടിയപ്പോൾ അതിന്റെ ക്രെഡിറ്റും കാരണഭൂതന് കൊടുത്ത മണ്ടന്മാരാണ് സഖാക്കൾ. അതേസമയം BJPക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കില്ല എന്ന വാശിയിൽ നേമത്ത് മുരളീധരനെ മത്സരിപ്പിച്ച് CPMന് ഒരു സീറ്റ് നേടി UDFന് കൊടുത്തപ്പോൾ BJP കോൺഗ്രസിന്റെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാക്കി കൊടുത്തു. അതിനുള്ള പ്രത്യുപകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോർത്തിൽ BJPക്കും ചെയ്തു കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തോൽക്കുമെന്ന് എത്ര ഉറപ്പുണ്ടായാലും ഉത്തരേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കളിക്കുന്നത്? ഇനി CPM അവരുടെ അടിമകളെ പോലെ കൊണ്ട് നടക്കുന്ന ഈ CPI ഉണ്ടല്ലോ, അവർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് തെക്കൻ കേരളത്തിൽ എല്ലാ സീറ്റിലും CPM ജയിക്കുന്നത്. വലിയ ശക്തിയൊന്നും അല്ലായിരിക്കും, പക്ഷെ CPMന് കിട്ടുന്ന ഈ 5000 മുതൽ 10,000 ഭൂരിപക്ഷമുണ്ടല്ലോ, അത് ഉണ്ടാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത CPI ആണ്. ഭരണത്തിന്റെ കേമമെന്നൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു പാവങ്ങളെ പറ്റിച്ചാൽ മതി, ജയിക്കാൻ വേണ്ടിയ നാറിയ കളികൾ കളിച്ചു. മഹത്വം വിളമ്പരുത്. മുടന്തി നടക്കുന്നവരെ ഓടി തോൽപ്പിച്ചിട്ട് മഹത്വം പറയരുത്. ഏറ്റവും കൂടുതൽ മണി ചെയിൻ തട്ടിപ്പ്, വിസ തട്ടിപ്പ് തുടങ്ങി ലോകത്തുള്ള സകല തട്ടിപ്പും നടക്കുന്നത് ഈ പ്രബുദ്ധർ എന്ന് പറഞ്ഞു നടക്കുന്ന മലയാളികളുടെ അടുത്താണ്. 200 കോടി പറ്റിച്ച് ജയിലിൽ കിടന്ന ശബരിനാഥൻ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും കോടികൾ പറ്റിച്ചു. ടിപ്പുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് അതിൽ പോയിരുന്ന മണ്ടൻ DGP ഉള്ള നാടാണ്. അതിനേക്കാൾ ഉപരി നശിച്ച് നാരായണക്കല്ലെടുത്താലും പാർട്ടി രക്ഷിക്കുമെന്ന് കരുതി ജീവിക്കുന്ന ദളിതരുടെ നാടാണിത്. ഇന്നാട്ടിലെ ജനങ്ങളെയാണോ പറ്റിക്കാൻ പാട്? അതേസമയം ഒരു തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് ദൂരെ എറിഞ്ഞ നാടാണ് ഉത്തരേന്ത്യ. മോശമാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനും, നല്ലത് എന്ന് തോന്നിയാൽ കേന്ദ്രമന്ത്രിയെ തോൽപ്പിച്ച് രാഹുൽ ഗാന്ധി ജയിപ്പിക്കാനും ആ നാടിനറിയാം. അടുത്ത തവണ ജയിച്ചാലും മഹത്വം വിളമ്പരുത്. തിരഞ്ഞെടുപ്പ് ശരി തെറ്റുകളുടെ വിലയിരുത്തലല്ല, പണിയറിയുന്നവന് ജയിക്കാൻ കഴിയും. വേണമെങ്കിൽ UDFന് ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചു വരാം. ഏത് നാറിയ കളിയും അപ്പുറത്തു നിന്ന് കളിക്കും. ജയിക്കാനുള്ള കരുക്കൾ നീക്കാൻ ബോധവും കൂർമ്മ ബുദ്ധിയും ഉണ്ടാവണം. ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക.
ജയസാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങൾ മികച്ച യുവതലമുറയെ നിർത്തുക. ഇനിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ ശ്രദ്ധിക്കുക.